കാസർഗോഡ് ജില്ലയിലെ ബളാൽ പഞ്ചായത്തിലെ മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാവാഹിനി പദ്ധതി പൂർണ്ണമായും മുടങ്ങി. കഴിഞ്ഞ ദിവസം ഗോത്രവിഭാഗത്തിൽപ്പെട്ട 50-ലധികം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയില്ല. കുട്ടികളെ സ്കൂളിലെത്തിക്കുന്ന വാഹന ഉടമകൾ ന്യായമായ വാടക വർധനവ് ആവശ്യപ്പെട്ടത് ട്രൈബൽ വകുപ്പ് നിരാകരിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. കാസർഗോഡ് ജില്ലയിലെ ബളാൽ ഗ്രാമപഞ്ചായത്തിലെ വെള്ളരിക്കുണ്ടിനടുത്ത് മാലോത്ത് കസബ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാവാഹിനി പദ്ധതിയാണ് തുടക്കത്തിലെ പ്രതിസന്ധിയിലായത്. ഗോത്രമേഖലയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് മാലോത്ത് കസബ സ്കൂൾ. സ്കൂളിലെ 50% മുകളിൽ ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. മികച്ച വിജയവും നിലവാരവും പുലർത്തുന്ന ഈ സർക്കാർ സ്കൂളിലാണ് സ്കൂൾ തുറക്കുമ്പോൾ തന്നെ കുട്ടികളുടെ യാത്ര പ്രതിസന്ധിയിലായിട്ടുള്ളത്. പ്രവേശന ദിവസം സ്കൂളിൽ നിന്ന് അധ്യാപകർ പിരിവെടുത്താണ് ഉന്നതികളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആദ്യ ദിനം സ്കൂളിൽ എത്തിച്ചത്. ഡ്രൈവേഴ്സിന് ആവശ്യമായിട്ടുള്ള തുക വർദ്ധിപ്പിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി ന്യായമായ രീതിയിൽ അതിനൊരു പരിഹാരം കാണുകയും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ വേണ്ടി നാളെ മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കൂളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ഏറ്റവും പ്രത്യേകിച്ച് മലയോര പ്രദേശമാണ്. ഈ പ്രദേശത്തുള്ള കുട്ടികളൊക്കെയും ട്രൈബൽ മേഖലയിൽപ്പെട്ട കുട്ടികൾ വരുന്ന മലമുകളിൽ നിന്നാണ്. അപ്പോൾ ഏകദേശം 7-8 കിലോമീറ്ററും ഒക്കെ ദൂരെ നിന്ന് വരുന്ന കുട്ടികൾ ഒരു വിദ്യാലയത്തിലേക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കാൽനടയായി വരിക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു ബസ് സ്റ്റോപ്പിലേക്ക് എത്തണമെങ്കിൽ പോലും 5-6 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് അടിയന്തര പരിഹാരം ഈ വിഷയത്തിലുണ്ടാവണം. പരപ്പ ബ്ലോക്കിൽപ്പെട്ട 35 സ്കൂളുകളിൽ വിദ്യാവാഹിനി പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇന്ധനവില ഉൾപ്പെടെ വർദ്ധിച്ച സാഹചര്യത്തിൽ ന്യായമായ വിലവർധനയാണ് വിദ്യാവാഹിനി പദ്ധതിയിലെ വാഹന ഉടമകളുടെ ആവശ്യം. 4 വർഷമായി വാടക വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും പുതിയ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലായിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. 8-9 വർഷമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ കുട്ടികളെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ 10-14 ടാക്സി ജീപ്പുകൾ ഇതിനു വേണ്ടി ഓടാറുണ്ട്. പക്ഷേ പഴയ കാലങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം ഈ ഡീസലിൻ്റെ മാത്രമല്ല, അനുബന്ധമായിട്ട് നമ്മൾ ഒരു മെയിൻ്റനൻസ് നിന്നാൽ അങ്ങനെയുള്ള റോഡുകളാണ്, അത്രയും ദുർഘടം പിടിച്ച വഴികളാണ്. അപ്പോൾ ആഴ്ചയിൽ ഇപ്പോഴും മെയിൻ്റനൻസ് ആണ് വാഹനങ്ങൾക്ക്. എന്തെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ചില സഹായങ്ങൾ നമുക്ക് ചെയ്തു തന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് കുട്ടികളെ സ്കൂളിലെത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട് ഇവരോട് ഒന്നിച്ച് പ്രവർത്തിക്കാനും തയ്യാറാണ്. ഈ മാസം പകുതിയോടെ തന്നെ വാടക സംബന്ധിച്ച തങ്ങളുടെ ആശങ്ക ട്രൈബൽ വകുപ്പിനുൾപ്പെടെ അറിയിച്ചതാണെന്നും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ സ്കൂളിലെ വിദ്യാവാഹിനി പദ്ധതി ഇവർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് വാഹന ഉടമകളുടെയും നാട്ടുകാരുടെയും ആരോപണം. മഴ കനത്താൽ മലയോര മേഖലകളിലെ കുന്നിൻമുകളിലുള്ള ഉന്നതികളിൽ നിന്നുള്ള ദുർഘട വഴിയിലൂടെ സ്കൂളിലേക്ക് എത്താൻ കുട്ടികൾക്ക് ആവില്ല. പദ്ധതി നിലച്ചാൽ ഇവരുടെ പഠനവും നിലയ്ക്കും. അങ്ങനെ ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കുള്ള ഒരു മാതൃകാ പദ്ധതി പ്രതിസന്ധിയിലാവും. ഗോത്രമേഖലയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തിയ പദ്ധതികളാണ് വിദ്യാവാഹിനി പദ്ധതിയും ഗോത്രസാരഥി പദ്ധതിയും ഒക്കെ. അത് ഇല്ലാതാക്കരുത്. പരസ്പരം പഴിചാരാതെ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരമുണ്ടാക്കണം. അടിയന്തരമായി പ്രശ്നപരിഹാരമുണ്ടാവുന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും രക്ഷിതാക്കളുമെല്ലാം. മാലോത്തുനിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.